കുറച്ച് ചെമ്മീൻ ബിരിയാണി എടുക്കട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, സോറി അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനാദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള മുറിച്ചത്, സവാളേനേക്കാളും നല്ലൊരു കുഞ്ഞുള്ളിയാണ്. ഇവിടെ അതിന് നല്ല വിലയായ കാരണം ഞാൻ സവാള എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഈ അരപ്പ് നമ്മുടെ ചെമ്മീനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ചുരുങ്ങിയതൊരു 15 to 20 മിനിറ്റ്സ് നമ്മൾ എന്തായാലും വെക്കണേ. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ കുക്കായി കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഇത്രയും ഗ്രേവി ഉണ്ടാവും. ഈ ഗ്രേവി കളയരുത്, ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന ടൈമിൽ പുതിന, മല്ലി, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം നന്നായി ചതച്ചത് അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി മസാല മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് മാറ്റി വെച്ച ഗ്രേവി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ മാറ്റി വെച്ച ഗ്രേവി മസാലയില്ല, അതാണ് കേട്ടോ ഇതിലുള്ള മെയിൻ സാധനം. ഇനി നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നന്നായിട്ട് വേവിച്ചെടുക്കാം. കാരണം നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ ചെമ്മീൻ. അപ്പോൾ അത് കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ ചെമ്മീനും ഗ്രേവിയൊക്കെ നന്നായി മിക്സായി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. നമുക്കിവിടെ എല്ലാവർക്കും ദം ബിരിയാണിയാണ് താല്പര്യം, അതുകൊണ്ടാണ് നമ്മൾ ദം ബിരിയാണി ഇടുന്നത്. ഇല്ലാച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഗ്രേവിയും റൈസും കൂടി ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ തമ്മിടുമ്പോൾ എപ്പോഴും ഈ ഇടിക്കല്ല അതിൻ്റെ മേലെ വയ്ക്കുക, അപ്പം നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രം തുറന്ന് നോക്കുകയാണ്. ആകുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ശരി, നമ്മുടെ ബിരിയാണിയായി. അപ്പം ഇനി ഇതെന്താ, മിക്സ് ചെയ്യുക, എടുക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ട്രൈ ചെയ്തോ, അടിപൊളിയാണ്, അത്രേ ഉള്ളൂ. അപ്പം ശരി, ടാറ്റാ, ബൈ ബൈ.